കുംഭമേള വൈറൽ താരത്തെ മധ്യപ്രദേശ് പോലീസിന് കൈമാറണമെന്ന ദേശീയ പട്ടികജാതി കമ്മീഷന്റെ ഉത്തരവിനെ വിമർശിച്ച് ഹൈക്കോടതി. മധ്യപ്രദേശ് പോലീസിന് കൈമാറണമെന്ന ഉത്തരവിറക്കാൻ കമ്മീഷൻ എന്ത് അധികാരം? ശുപാർശകൾ നൽകാൻ മാത്രമാണ് ദേശീയ കമ്മീഷൻ അധികാരമുള്ളത്. കമ്മീഷന്റെ ഉത്തരവ് കുട്ടിയുടെ ജീവിക്കാനുള്ള അവകാശത്തെ പ്രഥമ ദൃഷ്ട്യാ ബാധിക്കുമെന്നും ഇടക്കാല ഉത്തരവിൽ പറയുന്നു. ശ്യാം ദേവരാജ് ചേരുന്നു കൂടുതൽ വിശദാംശങ്ങളുമായി. ശ്യാം, ഈ സംഭവം സമകാലികമായി തന്നെ ഏറെ ചർച്ചയാണ്. അതിലിപ്പോൾ ഹൈക്കോടതി ചില പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ ചോദിക്കുന്നു. എന്തൊക്കെയാണത്? റോഷ്നി, ഏറ്റവും കാര്യം കോടതിയെ അറിയിക്കാതെ മൊണാലിസയെ മധ്യപ്രദേശ് പോലീസിന് ഉൾപ്പെടെ ആർക്കും കൈമാറരുത് എന്ന് ഇന്നലെ തന്നെ കോടതി വ്യക്തമാക്കിയിരുന്നു. അതിന് തൊട്ടു പിന്നാലെയാണ് ഇന്ന് ഇതിന്റെ ഉത്തരവ്, ഹൈക്കോടതിയുടെ ഇടക്കാല ഉത്തരവ് പുറത്തുവരുന്നത്. അതിലാണ് ദേശീയ പട്ടികജാതി കമ്മീഷന്റെ ഉത്തരവിനെ ഹൈക്കോടതി വിമർശിക്കുന്നത്. മൊണാലിസയെ മധ്യപ്രദേശ് പോലീസിന് കൈമാറണമെന്ന നിർദ്ദേശത്തിലാണ്, ദേശീയ പട്ടികജാതി കമ്മീഷന്റെ നിർദ്ദേശത്തിലാണ് ഹൈക്കോടതി വിമർശനം ഉയർത്തുന്നത്. മൊണാലിസയെ മധ്യപ്രദേശ് പോലീസിന് കൈമാറണമെന്ന് ഉത്തരവിറക്കാൻ എന്ത് അധികാരമെന്നാണ് ഹൈക്കോടതി ചോദിക്കുന്നത്. കമ്മീഷന്റെ ഉത്തരവ് മൊണാലിസയുടെ ജീവിക്കാനുള്ള അവകാശത്തെ പ്രഥമ ദൃഷ്ട്യാ ബാധിക്കുന്നതാണ്. ദേശീയ പട്ടികജാതി കമ്മീഷന്റെ അധികാര പരിധിയിൽ സംശയമുണ്ട്. ഇത്തരം ഒരു ഉത്തരവിറക്കാൻ ദേശീയ പട്ടികജാതി കമ്മീഷന് പ്രഥമ ദൃഷ്ട്യാ അധികാരമില്ല എന്നുകൂടി ജസ്റ്റിസ് ബെച്ചുകുര്യൻ തോമസ് അധ്യക്ഷനായ സിംഗിൾ ബെഞ്ചിന്റെ നിരീക്ഷണമുണ്ട്. മാത്രമല്ല, ശുപാർശകൾ നൽകാൻ മാത്രമാണ് പ്രാഥമികമായി ദേശീയ പട്ടികജാതി കമ്മീഷന് അധികാരമുള്ളത്. ഏതെങ്കിലും രീതിയിലുള്ള ഒരു ഉത്തരവിറക്കാൻ ദേശീയ കമ്മീഷൻ കോടതിയോ ട്രൈബ്യൂണലോ അല്ല എന്നുകൂടി സിംഗിൾ ബെഞ്ച് നിരീക്ഷിക്കുന്നുണ്ട്. പോലീസ് സംരക്ഷണം തേടിയുള്ള ഹർജി ഹൈക്കോടതിയുടെ പരിഗണനയിലുണ്ട്. ഈ ഹർജി ഹൈക്കോടതിയുടെ പരിഗണനയിൽ ഇരിക്കെയാണ് ഹൈക്കോടതി നടപടികളിൽ ഇടപെടുന്ന രീതിയിൽ ദേശീയ പട്ടികജാതി കമ്മീഷൻ ഉത്തരവിറക്കിയെന്ന വിമർശനവും കൂടി ഉന്നയിക്കുകയും ചെയ്യുന്നുണ്ട്. ഹൈക്കോടതിയുടെ ഇടക്കാല ഉത്തരവിലാണ് കമ്മീഷനെതിരായ വിമർശനം. ശരി, ശ്യാം ദേവരാജാണ് വിവരങ്ങൾ നൽകിയത്.